22ലധികം ഭാഷകൾ, വിവിധ ആഘോഷങ്ങൾ, ഉത്സവങ്ങൾ, ആരെയും കൊതിപ്പിക്കുന്ന രുചിഭേദങ്ങൾ, പുരാതന നാഗരികത, അതിഥി ദേവോ ഭവ. സിംപ്ലി ദ ഇന്ത്യ ഈസ് ഇൻക്രെഡിബിൾ. അത്ഭുതകരമായ വൈവിധ്യങ്ങൾ നിറഞ്ഞ തെക്കേ ഏഷ്യയിലെ ഒരു വലിയ രാജ്യം, അതാണ് ഇന്ത്യ എന്നറിയപ്പെടുന്ന നമ്മുടെ ഭാരതം. യാത്രകൾ, കാഴ്ചകൾ, യാത്രാ വിവരണങ്ങൾ, ഒപ്പം യാത്രയ്ക്ക് വേണ്ട അറിവുകൾ എല്ലാം തന്നെ റൈഡിംഗ് ടു നേച്ചർ എന്ന ചാനലിലൂടെ നിങ്ങളിലേക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു ജന്മം മുഴുവൻ യാത്രയിൽ മുഴുകിയാലും കണ്ടു തീരാത്തത്ര കാഴ്ചകൾ. വിനോദത്തിനും ആനന്ദത്തിനുമായി നാം നടത്തുന്ന യാത്രകൾ. ഓരോ വിനോദസഞ്ചാര യാത്രയിലും വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾക്കൊപ്പം ആകർഷണീയത കൂടി വരുന്ന മായാജാലം. മുൻപ് ഞാൻ സൂചിപ്പിച്ചിരുന്നു, രാജ്യത്തിന്റെ ടോട്ടൽ GDP ഏകദേശം 9.1% ട്രാവൽ ആൻഡ് ടൂറിസത്തിന്റെ സംഭാവനയാണ്. വൈവിധ്യങ്ങൾ നിറഞ്ഞ നമ്മുടെ രാജ്യത്ത് വിനോദസഞ്ചാര യാത്രകളെ അല്ലെങ്കിൽ വിനോദങ്ങളെ പലതായി തരംതിരിച്ചിരിക്കുന്നു. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായും ഇന്ത്യയിൽ നടക്കുന്ന ടൂറിസം ഏതെല്ലാമാണെന്നാണ് ഇനി പറയുന്നത്. അഡ്വഞ്ചർ ടൂറിസം, സ്പിരിച്വൽ ടൂറിസം, ബീച്ച് ടൂറിസം, കൾച്ചർ ടൂറിസം, എക്കോ ടൂറിസം, മെഡിക്കൽ ടൂറിസം, വൈൽഡ് ലൈഫ് ടൂറിസം എന്നിവയാണ് പ്രധാനമായി ഇന്ത്യയിൽ നടക്കുന്നത്. ഇതിൽ അഡ്വഞ്ചർ ടൂറിസം എന്നത് സാഹസികത നിറഞ്ഞ വിനോദങ്ങളെയാണ്. സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് പലതരത്തിലുള്ള വിനോദങ്ങൾ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും ലഭ്യമാണ്. ഇന്ത്യയിൽ നടത്താവുന്ന സാഹസ്യ ടൂറിസം പ്രവർത്തനങ്ങളുടെ ഒരു പട്ടിക നമുക്ക് എടുക്കാം. ട്രെക്കിംഗ്, റോക്ക് ക്ലൈംബിംഗ്, സൈക്ലിംഗ്, കേവിംഗ്, റാഫ്റ്റിംഗ്, സ്കൂബ ഡ്രൈവിംഗ്, അങ്ങനെ നീണ്ടുപോകും. ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എക്സ്പ്ലോർ ചെയ്യുന്ന വേളയിൽ ഓരോന്നിനും യോജിച്ച സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. രണ്ടാമത്തെ സ്പിരിച്വൽ ടൂറിസം എന്താണെന്ന് നോക്കിയാൽ ഹിന്ദു, ബുദ്ധിസ്റ്റ്, ജെയിൻ, സിഖ്, ഇസ്ലാമിക്, ക്രിസ്ത്യൻ അങ്ങനെ നീളും ഇന്ത്യയിലെ ആത്മീയ യാത്രകളുടെ എണ്ണം. അതുപോലെ ആശ്രമങ്ങൾ, യോഗ, വെൽനസ് സെന്റർ, പുണ്യനാദികൾ എന്നിവയെല്ലാം സ്പിരിച്വൽ ടൂറിസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവയാണ്. ഇന്ത്യയിലെ ആത്മീയ വിനോദസഞ്ചാരം ചരിത്രത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഭക്തിയുടെയും അഗാധമായ സംയോജനം കൂടെയാണ്. ധാരാളം വിദേശികൾ ഇതിൽ ആകൃഷ്ടരായി ഇന്ത്യയിലേക്ക് വരാറുണ്ട്. വാരണാസി അതിൽ ഏറ്റവും വലിയ ഉദാഹരണം. ഇനി നമുക്ക് ബീച്ച് ടൂറിസം എന്താണെന്ന് നോക്കാം. ഇന്ത്യയിലെ ബീച്ച് ടൂറിസം എന്നത് 7500 കിലോമീറ്ററിലധികം വ്യാപിച്ചു കിടക്കുന്ന നമ്മുടെ രാജ്യത്തെ വിപുലമായ തീരദേശ പ്രദേശത്തെ കേന്ദ്രീകരിച്ചുള്ള യാത്രാ വിനോദ പ്രവർത്തനങ്ങളാണ്. ബീച്ചുകളുമായി ബന്ധപ്പെട്ട പ്രകൃതി സൗന്ദര്യം, വിനോദ പ്രവർത്തനങ്ങൾ, സാംസ്കാരിക അനുഭവങ്ങൾ എന്നിവ കണ്ട് ആസ്വദിക്കുവാൻ വേണ്ടി രാജ്യത്തിന് പുറത്തുനിന്നും ധാരാളം വിനോദസഞ്ചാരികൾ ഇന്ത്യയിലേക്ക് എത്താറുമുണ്ട്. ഗോവ ഏറ്റവും വലിയ ഒരു ഉദാഹരണം. ക്രിസ്മസ്, ന്യൂ ഇയർ നമുക്കറിയാം ഗോവയിലെ തിരക്ക്. അടുത്തായി കൾച്ചർ ടൂറിസം. ഇന്ത്യയുടെ സമ്പന്നവും വൈവിധ്യപൂർണവുമായ സാംസ്കാരിക പൈതൃകം പരിവേഷണം ചെയ്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു ടൂറിസമാണ് കൾച്ചർ ടൂറിസം എന്നത്. ഉത്സവങ്ങൾ, കല, സംഗീതം, നൃത്തം, പാചകരീതി, വാസ്തുവിദ്യ, ഭാഷകൾ, ആത്മീയ ആചാരങ്ങൾ എന്നിവ തേടിയുള്ള യാത്രകൾ ഇതിൽ ഉൾപ്പെടുന്നു. ടൂറിസം മേഖലയുമായി ധാരാളം കാര്യങ്ങൾ ബന്ധപ്പെട്ട് കിടക്കുന്നു. കൂടുതൽ അറിവുകൾ അടുത്ത വീഡിയോയിൽ പങ്കുവയ്ക്കുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. യാത്രകൾ, കാഴ്ചകൾ എല്ലാം തന്നെ ഈ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി മറ്റൊരു യാത്രയിൽ നമുക്ക് കണ്ടുമുട്ടാം.